नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 79. കൃഷ്ണ സുദാമ സംഗമം, പേജ് നമ്പർ 771. ഇപ്രകാരം തികഞ്ഞ വിനയത്തോടെ ബ്രാഹ്മണ പത്നി വീണ്ടും വീണ്ടും അപേക്ഷിച്ചപ്പോൾ ഒടുവിൽ ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്കു പോകാൻ ബ്രാഹ്മണൻ തയ്യാറായി. ഭൗതിക ലാഭത്തിനായി ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ടതില്ലെന്നാണു സുദാമ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഭാര്യയുടെ ആവർത്തിച്ചുള്ള അപേക്ഷ അദ്ദേഹത്തിൻ്റെ മേൽ ശക്തിയായ പ്രേരണ ചെലുത്തിയതിൻ്റെ പേരിൽ പുറപ്പെടാൻ തീർച്ചയാക്കി അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു: അവിടെ പോയാൽ ഭഗവാനെ നേരിൽ കാണാമല്ലോ. അദ്ദേഹത്തോട് ധനം ചോദിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ സാധിച്ചാൽ വലിയ കാര്യമാണല്ലോ. പോകാനുറച്ചപ്പോൾ ഭഗവാനു തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കാൻ എന്തെങ്കിലും ആ വീട്ടിലുണ്ടോ എന്ന് അദ്ദേഹം പത്നിയോട് ചോദിച്ചു. ഉടനെ അയൽപക്കത്തുള്ള കൂട്ടുകാരികളിൽ നിന്നു 4 പിടി അവൽ ശേഖരിച്ചു കൊണ്ടുവന്ന് ഒരു കഷ്ണം തുണിയിൽ കെട്ടി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ഒട്ടും വൈകാതെ ഭഗവാനെ കാണാൻ ബ്രാഹ്മണൻ ദ്വാരകയിലേക്കു പുറപ്പെടുകയും ചെയ്തു. ദ്വാരകയിലേക്കുള്ള വഴി നീളെ ഭഗവാൻ കൃഷ്ണനെ കാണാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചു മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ആ മനസ്സു നിറയെ കൃഷ്ണൻ മാത്രമായിരുന്നു. യദുവംശ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ എത്തിച്ചേരുക വളരെ ദുഷ്കരമാണ്. എന്നാൽ ബ്രാഹ്മണർക്ക് പ്രവേശനാനുമതിയുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ ബ്രാഹ്മണ സുഹൃത്ത് അവിടെ എത്തിയപ്പോൾ മറ്റു ബ്രാഹ്മണരോടൊപ്പം 3 സൈനിക താവളങ്ങൾ കടക്കേണ്ടതുണ്ടായിരുന്നു. ഓരോ താവളത്തിലും ഭീമാകാരമായ കവാടങ്ങൾ കടക്കേണ്ടിയിരുന്നു. താവളങ്ങളും കവാടങ്ങളും കഴിഞ്ഞാൽ വലിയ 16,000 കൊട്ടാരങ്ങൾ. ആഡംബരപൂർവം അലങ്കരിക്കപ്പെട്ട ഒരു കൊട്ടാരത്തിൽ ബ്രാഹ്മണൻ പ്രവേശിച്ചു. അപ്പോൾ അതീന്ദ്രിയ മഹാസാഗരത്തിൽ നിരന്തരം മുങ്ങിപ്പൊങ്ങുന്നതുപോലെ അദ്ദേഹത്തിനു തോന്നി. അപ്പോൾ ശ്രീകൃഷ്ണൻ രുക്മിണീ ദേവിയുടെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. തൻ്റെ ഗേഹത്തെ ലക്ഷ്യമാക്കി ബ്രാഹ്മണൻ നടന്നുവരുന്നത് ദൂരെ വച്ചു തന്നെ കൃഷ്ണൻ കണ്ടു. സുഹൃത്തിനെ തിരിച്ചറിയുകയും ചെയ്തു. ഉടനെ പള്ളിമഞ്ചത്തിൽ നിന്നെഴുന്നേറ്റ് അദ്ദേഹം സുഹൃത്തിനെ സ്വീകരിക്കാനായി മുന്നോട്ടു വന്നു. അടുത്തെത്തിയ അദ്ദേഹത്തെ 2 കൈകളും വിരിച്ചു ആലിംഗനം ചെയ്തു. അതീന്ദ്രിയാനന്ദങ്ങളുടെ എല്ലാം സംഭരണിയാണു ഭഗവാൻ കൃഷ്ണൻ. എന്നിട്ടും
ആ സാധു ബ്രാഹ്മണനെ ആശ്ലേഷിക്കുമ്പോൾ അദ്ദേഹത്തിനു അത്യാനന്ദമുണ്ടായി. കാരണം അദ്ദേഹം തൻ്റെ ഉറ്റ തോഴനെയാണപ്പോൾ കണ്ടുമുട്ടിയത്. ഭഗവാൻ കൃഷ്ണൻ സ്വന്തം കട്ടിലിൽ തന്നെ ബ്രാഹ്മണനെ പിടിച്ചിരുത്തി. ആരാധ്യനായ ഒരു അതിഥിയെ സ്വീകരിക്കേണ്ട രീതിയിൽ തന്നെ അദ്ദേഹത്തിനു നൽകാൻ പഴങ്ങളും പാനീയങ്ങളും സ്വന്തം കൈകൊണ്ടു ഭഗവാൻ തന്നെ എടുത്തുകൊണ്ടുവന്നു. ഭഗവാൻ കൃഷ്ണൻ പരമപവിത്രനാണ്. എങ്കിലും തത്കാലം മനുഷ്യജീവിയായി ലീലയാടുന്നതിനാൽ അദ്ദേഹം ബ്രാഹ്മണന്റെ പാദങ്ങൾ കഴുകി സ്വയം പവിത്രനായി തീരാൻ ആ ജലം സ്വന്തം ശിരസിൽ തളിച്ചു. തുടർന്നു ബ്രാഹ്മണന്റെ ശരീരത്തിൽ ചന്ദനം, അകിൽ തുടങ്ങിയ സുഗന്ധ വസ്തുക്കൾ ചാർത്തി പലതരം ധൂപങ്ങൾ പുകച്ചു. കത്തിച്ച ദീപങ്ങളോടെ ആരതി ഉഴിഞ്ഞു. ഇപ്രകാരം വേണ്ട രീതിയിൽ സ്വീകരിച്ച് ആദരിച്ച് ഭക്ഷണപാനീയങ്ങൾ നൽകിയ ശേഷം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തേ, അങ്ങിവിടെ വന്നത് എൻ്റെ മഹാഭാഗ്യമാണ്. ഹരേ കൃഷ്ണ.